കളിക്കുന്നുണ്ട്, അടുപ്പിച്ച് ശരിയാക്കാനല്ല. ഇത് ഞാൻ നമ്മളെ KP ആറ്റിക്കേൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ 3 കിലോന്റെ അരിയാണ്. 3 കിലോ. ഇത് എല്ലാ പണ്ഡിതന്മാരും ഈ കാലത്ത് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ച മുദ്ദ. അപ്പൊ ഇത് നമുക്ക് എത്രയുണ്ട് എന്ന് ഒന്ന് അളന്ന് നോക്കാം. 4 മുദ്ദാണ് ഒരു സാർ. നല്ല കെട്ട ഇതിങ്ങനെ എന്തെങ്കിലും സ്ഥാനത്തിനോട് ഇങ്ങനെ പഠിക്കണം. ഇതിപ്പോ ഒരു മുദ്ദ. നോക്കാം. 4 2 മുദ്ദായി. മൂന്ന് മുദ്ദായി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു മുദ്ദുണ്ടാകും. കറക്റ്റാണ്. കുറച്ചരി ബാക്കിയുണ്ടാവും. വളരെ കുറഞ്ഞ അരി മാത്രമേ ഇത് ബാക്കിയുള്ളൂ. ഇതാ 3 കിലോ അരി 4 മുദ്ദ്. ബാക്കിയുള്ളത് ഇതാ ഇത്ര. ഇതൊരു 50 ഗ്രാമില് കുറവേ ഉണ്ടാവും അല്ലെ ഈ അരി. അപ്പോ ഒരാൾക്കുള്ള അരി ഈ കുറുവ അരിയാ വാങ്ങുന്നത്. പല അരിയും പല ഇതിലായിരിക്കും വരിക. കുറുവയാണ് വാങ്ങുന്നതെങ്കിൽ 3 കിലോ തന്നെ വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ഫിത്ർ സക്കാത്ത് ശരിയാവില്ല. ഇനി വേറെ പിന്നെ ഇതേപോലെ ആൾക്കാണെങ്കിൽ ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പൊ ഏത് അരിയാണെങ്കിലും നിങ്ങൾ ഒരു 3 കിലോ വെച്ചിട്ട് ഒരാൾക്ക് നല്ല നിലക്ക് കൊടുക്കണം. എന്നാലേ നമ്മുടെ പിന്നെ ഫിത്ർ സക്കാത്ത് ശരിയാവും. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ.